ഗുഡ് ഈവനിങ് ഫ്രാൻസ്. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ലഡാക്ക് എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ കാശ്മീരാണുള്ളത്. ടെൻറ്റ് സ്റ്റേയിലായിരുന്നു ഇന്നലെ ഉണ്ടായിന്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോ രക്ഷയില്ല. രാവിലെ 6:30 ഇതാ നമ്മളപ്പുറത്തെ ടെൻറ്റിൽ പോകൊക്കെ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ നീച്ച് തുടങ്ങണുള്ളൂ. ഓ പല്ലൊന്നും വെച്ചില്ല, പല്ലൊക്കെ വെച്ചിട്ടെ. രാവിലെ എണീക്കാണ്ട് പല്ലേക്കാൻ പോട്ടെ. അവിടെ നല്ലൊരു പോയ വഴിക്ക് പോണേ കൂടെ. നൈസ് പ്ലേസ്. ഇവിടെ പോയാ പല്ലേപ്പ് നല്ല തണുത്ത വെള്ളം. കടിച്ചുട്ടോ ചിലപ്പോ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് വരാം. ടെൻറ്റിൽ നിന്ന് ഇറങ്ങി മേലൊക്കെ ഒന്ന് പോയേക്കാം. പിന്നെ നെറ്റ്വർക്ക് ഇവിടെ ഇല്ല. അപ്പോൾ മോള് പോയാണ്ടാണ് ഫോൺ വിളിക്കണേലൊക്കെ. ഒന്ന് ഫോണൊക്കെ വിളിച്ച് ചായ കുടിച്ചിട്ട് വരാം. അതുകൊണ്ട് പറയും. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഫുൾ ടെൻറ്റിൽ സെറ്റ് ചെയ്യേണ്ടവരൊക്കെ രാത്രി ഇന്നിപ്പോൾ ആടാളൊക്കെ ഇങ്ങനെ നടക്കണം. മെയിന് സമയം രാവിലെ കേട്ടോ, നന്ന രാവിലെ 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ചായ 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 വിത്ത് ബ്രെഡ് ഓംലേറ്റ് കേട്ടോ. പൈസയിൽ അവിടെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ചായ ജസ്റ്റ് ചായ കുടിച്ചിട്ട് പോകാട്ടോ. പായസനുണ്ടല്ലോ ഇവിടുത്തെ ശീശ ഇങ്ങനെ ത്രില്ലായിക്കണേ. ഇവിടെ ചായ പീടിയ കാക്കാരുടെ ശീശ വാങ്ങിട്ടാ. ശീശ ഉള്ളിൽ ചൂട് വരണോ തണുപ്പത്ത്? തുടങ്ങിയോ? ഇത് കണ്ടാണ് നിങ്ങൾ അവരെ സഹായിക്കാന്ന് വിചാരിച്ചത് കേട്ടോ. റീലെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാട്ടിക്കുട്ടലും രണ്ടാളും മരക്കമ്പ് കൊത്തലും ബാക്കിലുണ്ടില്ലേ വീഡിയോ എടുക്കണേ. വീഡിയോ എടുത്തിട്ട് റീലാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ രാവിലത്തെ ചായക്കടയൊക്കെ ഏകദേശം സെറ്റായിട്ട് നമ്മൾ അടുപ്പത്ത് സെറ്റായി കൊണ്ടുവരുന്നുണ്ട്. ചായ കാര്യങ്ങളൊക്കെ നമ്മളെ DSLR ലെൻസ് തണുത്തിട്ടേ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചൂടാക്കാൻ വെച്ചാൽ ചായ അടിക്കാം വിലപ്പോ. കശ്മീരി റൊട്ടി കേട്ടോ. നമ്മളിങ്ങനെ ഒപ്പി കഴിക്കാം. നാട്ടിൽ ബ്രെഡ് തിന്നണ കറക്റ്റ് അല്ലേ? ഇവരൊപ്പം തന്നെ കേട്ടോ. ഇവിടുന്ന് പോയിട്ടില്ല തരാം. ടെൻറ്റും കാര്യങ്ങളായിട്ട് ഞാനൊരു ട്രാൻസ്പാരേഷൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിന്. അതിപ്പോൾ അപ്ലോഡ് ആവും. നിങ്ങളിത് കാണുന്നതിന് അത് അപ്ലോഡ് ആവും. അപ്പോൾ പട്ടി ഷോ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ മരം വെട്ടുന്ന റീല് പല പല റീലുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. താഴത്തേക്ക് പോവാണ് നമ്മൾ ഡ്രോൺ കൊണ്ടൊക്കെ പോയാൽ കേട്ടോ. അവിടെ എന്തൊക്കെ ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഓല് താഴെ പോയിക്കണേ. ഞാൻ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ കുട്ടികളെ കൊണ്ടിറക്കാൻ പൊയിഞ്ഞ് കൊണ്ടെടുക്കണം. അല്ലെങ്കിൽ അപ്പോൾ ഇതിന് ഇത് കയറാണ്, ഫോഗ് കയറാണ്. കുറച്ച് നേരം ഇപ്പോൾ അവിടെ നിന്ന് ചൂടാക്കിയാണൊക്കെ പോകുന്നത്. ഞാൻ വീഡിയോ എടുത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഫാസ്റ്റ് അവിടെ തലക്ക നിൽക്കണം. നിങ്ങൾ അവിടെ പോയിട്ടും വീഡിയോ എടുക്കല്ല കേട്ടോല്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ പശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. പശുമ്പ കുറേ ഉണ്ട് ഇവിടെ. അങ്ങനെ കുട്ടികളാണെങ്കിൽ ചാണകം നിറഞ്ഞിട്ട് കാലിൻ്റെ അടിയിലൊക്കെ കുറേ ഉണ്ട്. ഷൂവിൻ്റെ അടിയിൽ, കാലിൻ്റെ അടിയിലല്ല. ഷൂ പിന്നെ വാട്ടർ പ്രൂഫ് ആയതൊന്നും കുഴപ്പമില്ല. ഈ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം നമ്മൾ മറുകന്തോപ്പ് പോയപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇവരൊക്കെ കുറേ വട്ടം വീണ്. ഞാൻ ഷൂവിൻ്റെ തൊണ്ട് വീണില്ല. ഫൈസിനത്തെ ഷൂ തന്നെയാണ്. പക്ഷേ 2-3 കൊല്ലമായതുകൊണ്ട് എൻ്റെ ഗ്രിപ്പൊക്കെ പോയിക്കണം. നല്ല ഗ്രിപ്പ്, അടിപൊളി, രക്ഷയില്ല. റീകാട്ടിലൊന്നും വാങ്ങിയ ഗ്രൂ ആട്ടത്. ഫോട്ടോ എടുപ്പിലാട്ടെ നമ്മളിവിടെ പല പല വെറൈറ്റി പോസുകൾ, SLR ഫോട്ടോസ്, അങ്ങനെ പല പല പരിപാടികളാണ്. നല്ല പോയി നൈസ് പ്ലേസ് ആട്ടോ. അങ്ങനെ പലരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കൂടി സമയം 10 മണി കഴിക്കുന്നുണ്ടോ. പക്ഷെ സൂര്യൻ നേരെ വന്നിട്ടില്ല ഇവിടെ. ഫോട്ടോ എടുക്കാൻ നമ്മളെ പോയ മുറിച്ചെടുക്കാൻ ഒരു പണിയില്ലേ. ഇങ്ങോട്ട് തിരിച്ചൊരാകെ എടുക്കാനായിക്കണ പോയിച്ചില്ലേ. അവിടെ നിന്ന് ആകെ കൊടുക്കണാക്കണേ. പല പല ഷോട്ടുകളായിട്ട് നമ്മൾ ആ ഡ്രോൺ വെച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നദിയിൽ നിന്നും ഒരുപാട് ഫോട്ടോസും ഡ്രോൺ ഷൂട്ടുകളും എടുത്ത് വിയർത്തണോ, തണുപ്പാണോ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ട് കയറാം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ടെന്റിലേക്ക് പോവുകയാണ്. എവിടെ പോയാലും അഭ്യാസ പ്രകടനങ്ങളുമായി ഫായിസ് വീണ്ടും. നമ്മളെ ഒരു കുത്തിമറല് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒന്ന് വീണ് നീച്ചേ, എന്നാലും നിർത്തൂലേ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ഞങ്ങളെ സ്ലീപ്പിംഗ് ബാഗ് പാക്ക് ചെയ്തു. നമ്മളെ അമാര ലോക്കൽ ഗാർഡിയൻ ആയ ഇതർ ഫുള്ള് ഇന്ത്യ അഭിയം വേണ്ട മലയാളത്തിൽ പറയാം. സാധനം സെറ്റാട്ടോ.
റീലൊക്കെ വരാണ്ട് എന്ന് അടിക്കായിട്ട് ആകെ പഠിച്ചു പറയുന്നത്. സമയമുണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്താ ഇറങ്ങില്ല. പോലെന്നാ നമ്മൾ മുത്തോണി അവിടെ കാത്തിക്കണ് പോവാന്. ഒരു വീച്ചക്ക് വീണുണ്ടാക്കാരം ടെൻ്റൊക്കെ ആ പൊക്കി കൊണ്ടുവരണേ ഓരോരോ വൈബായി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് കടന്നെടുക്കാനല്ല. രസം രസം സംഭവം നല്ല പോസ്റ്റാണ്. 3 ടെൻറ്റുകൾ അതവരെ ടെൻറ്റ് പൈക്കള ടെൻറ്റ്, ഇത് നമ്മളെ ടെൻറ്റ്. ആ ടെൻറ്റും വണ്ടിയൊക്കെ കുറച്ച് കുറേ ഫോട്ടോ ഇനി ടെൻറ്റ് എല്ലാം മടക്കാണ്ട് തീർച്ചിട്ടോ ഒരുപാട് നേരമായി. ടെൻറ്റ് പണി നടന്നു കൊണ്ടിരിക്കുകയാണ്. ടെൻറ്റിൻ്റെ പണി ഇപ്പം തിരക്കട്ടോ. ഞാൻ മോൾക്ക് സീറ്റ് ഇതാണ് പുതുവല മരക്കത്തെ സീറ്റാണ് ഉള്ളിൽ. നല്ല തണുപ്പ് ഉണ്ടെന്നുള്ളിലേക്ക് അവിടുന്ന് കെട്ടും ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പൈസ അവിടെ നിന്നുണ്ട്. അവിടെ ഭയങ്കര രസം വിളിച്ചിരുത്തില്ല പോയോ കെട്ടിട്ടാണ്ട് ഇവിടെ. ഓ ഫൈസൽ ഭായ് അവൻ വിളിച്ചത് വെറുതെ ആയില്ല കേട്ടോ. സെറ്റാണ്, അടിപൊളി. നിങ്ങൾ അടുപ്പ് ഇവിടെ മറ്റേ ഗ്യാസ് അടുപ്പ് കൊടുന്നത്. പിന്നെ മുകളിൽ ആ മരം കൊണ്ട് ഡിസൈന്, സൈഡിലവിടെ പാത്രങ്ങളൊക്കെ വെക്കാൻ സെറ്റപ്പ്, പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയൊരു നൊബൈഡിയൻസിൻ്റെ ടെൻ്റ് ആട്ടത്. അടിപൊളി അടിപൊളി. ഫൈസൽ താങ്ക് യു. വീടിൻ്റെ ജനാലൊക്കെ ഉണ്ട് നിങ്ങൾ. ജനാല് പുറത്തുനിന്നുള്ളത് മുകളിലൊക്കെ ഫുള്ളും മരവും മണ്ണൊക്കെ വെച്ച് അടിച്ചു കേട്ടോ. വെച്ചില്ല നമ്മളെ വണ്ടി ഇതാകെ അവിടെ കിടക്കാം. ടിഷ്യൂ നമ്മളെ വണ്ടി മുകളൊക്കെ എത്തിട്ടോ. അവിടെ കോഴിക്കളും കച്ചവടങ്ങളായിട്ട് ഓണറിഞ്ഞിരിക്കുകയാണ്. ഈ വൈക്കട്ടെ മുന്നിലെ പോയത്. ഷോപ്പിനുള്ളിൽ കയറിയതാട്ടോ. പൗതി 3 ഐറ്റം കറി പറയാൻ ഒരു ഐറ്റം വരാണ്ട് 4 ഐറ്റം കറി ഫുഡും കഴിച്ചാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ്. ഞാൻ തന്നെ റെസ്റ്റോറൻറ്റിനാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയത്. അവിടുന്ന് അങ്ങനെ പോകുന്ന വീട്ടിൽ എത്തിട്ടോ. ഞങ്ങൾ മുടിയിട്ടാൻ പോകണം. വയസ്സരാണ് ഉമ്മാനും കൂടെ ആസ്പത്രിക്ക് പോകാം പോയല്ലേ കേട്ടാ. വയസ്സിൽ അങ്ങനെ മുമ്പ് പോകുന്നുണ്ട്. ബാർബർ ഷോപ്പ് കാണിച്ചതാണ്. വൈക്കെന്ന് പറഞ്ഞ കുഞ്ഞമാനൊക്കെ കയറ്റി ചെയ്ത് നമ്മളിവിടെ ഇറക്കിയിട്ട് പോയിട്ടോ. ആ മൂള അതാണല്ലോ അടിപൊളി സലൂണ്. അത്യാവശ്യം ഒരു 1-2-3 കിലോമീറ്റർ പോകുന്നുണ്ട് വൈത്താലേ. ഞങ്ങൾ മറന്നു എഴുതിയിരിക്കണം. മറന്നിട്ട് തിരിച്ചാൻ വജ്ജറില്ല. വേറെ മുടി വെട്ടാൻ ഞങ്ങൾ പോവുകയാണ്. സലൂണിൻ്റെ അവസ്ഥ എത്തണോ തലമ തട്ടി കാത്തു നോക്കാം. ഫുള്ളി കളർഫുള്ളാണ്. ഇവിടെ ആളില്ല. ഇവിടെ ഒരാളുള്ളൂ. ഒരാളവിടെ പെൻഡിങ്ങിലുണ്ട് കേട്ടോ. 2 ആളും പെട്ടെന്ന് കയ്യിൽ നമുക്കില്ല. ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ടോ. എങ്ങനെയുണ്ട് ഗായ്സ്? ഷേവൊക്കെ ചെയ്ത് പക്ക പോലീസുകാരനെ ഇങ്ങനെ. വേറെ രസമാനറിയാം. 2 ആള് ഷേവും ചെയ്തു ഹെയർ കട്ടും ചെയ്തു. 200 രൂപ ആകെ. പെരുലാഭല്ലോ അല്ലേ? നല്ല പൈസ മാറ്റുണ്ട്. ഏതായാലും നമ്മളെ പൈസല് പറഞ്ഞ നോക്കിയത് സ്ഥലട്ടത് നമ്മൾ പോകണം. ടൈമിങ് നമ്മൾ കഴിഞ്ഞ ഇറങ്ങലും പൈസ ആശുപത്രി പോയാണ്ട് വന്നപ്പോഴും മുടിയിട്ടാണ് പരീകത്ത്. അപ്പൊ ഇങ്ങനെ വരുന്നപ്പോ അങ്ങാടി കൂടെ കറങ്ങാൻ പോയി. ഇല്ല ഇറങ്ങാടിക്ക് ഇറങ്ങാല് അച്ചാമിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. കട അവിടെ ഞങ്ങളിതാ പോണു. ഡൂലക്സ് വേറെ വൈബ് കിട്ടോ. നമ്മളെ നാട്ടിലോട്ട് ഇപ്പൊ ഈ രസമൊന്നുമില്ലേ. അവിടെ അതേ ഉള്ളേ. അച്ചാബെല്ലങ്ങാടിയിലെത്തി ഞങ്ങൾ. അതവിടെ കുറെ പൊരിയുന്നുണ്ട്. ചായ അടിച്ചില്ല. അവർ ചായ അടിച്ചാ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ചായയും ബ്രെഡ് വരെയൊക്കെ ഉണ്ട്. ബ്രെഡ് വരെ കണ്ടത് ആണ്. ബ്രെഡ് മക്രോണാണെന്നുണ്ടോ. ബ്രെഡിനുള്ളിൽ എന്തോ ചീസ് ചേർത്തിട്ട് തരുന്നതാണ്. പിന്നെ ചായ നമ്മൾ നാടൻ ചായ. ഡീസലിന്റെ കൂട്ടക്കാരൻ ഒരു വൈക്ക് ഇറങ്ങാൻ ആക്കൂല. ഞങ്ങള് അച്ചാവിലെ ചായ കുടിച്ചിങ്ങനെ വെറുതെ ഇതിവിടെ ഇങ്ങനെ നടക്കുന്നു. പാർക്കുകൾ ടിക്കറ്റ് ഇടാം. 30 രൂപ പേർ ഹെഡ് വന്നത്. അങ്ങനെ 3 ആൾ ടിക്കറ്റ് എടുത്ത് ആ കയറുന്നുണ്ടാക്കി. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഒരു മുമ്പ് കയറുന്നത്. ഇതാണ് പാർക്ക്. പാർക്കിന്റെ ഏകദേശം സമയമൊക്കെ കഴിഞ്ഞേക്കണ്. എന്നാലും ആൾക്കാർ ഇങ്ങനെ ഒഴിഞ്ഞു വരുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത്. ടൈമും കാര്യമൊന്നും എഴുതിയിട്ടില്ല തോന്നുന്നില്ല. ഇല്ല പുതിയ കീറിയോണ്ട് കാണുന്നില്ല. പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ചെറിയൊരു പാർക്കാണ്. പക്ഷേ ഈ വെള്ളച്ചാട്ടം കണ്ടു. ബാക്കിത്തെ വെള്ളച്ചാട്ടമാണ് ഇതിന്റെ മെയിൻ തോന്നുന്നത്. അവിടെ നമ്മൾ പോരിനടുത്തും ഇതേപോലത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ടോ.
ரொம்ப രസമാണ് ഇങ്ങനെ. പിന്നെ ഒന്നാമത് കാലാവസ്ഥയും തണുപ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ ടൈം കുറച്ച് പോകാം, അതുകൊണ്ട് എല്ലാവരും പോയി, ആരുമില്ല, കാലിയായിട്ടുണ്ട് അവിടെ. ഞാൻ കരുതി ഇവിടുത്തെ നായ്ക്കൾ മാത്രമുള്ള തടി മണ്ണുന്നു. ഇവിടെ കുരങ്ങന്മാർ വരെ തടി 40 തന്നെ കുരങ്ങന്മാരുണ്ട്. ആ പോയിന്റ് നീ കൂടെ സിമ്പിളായിട്ട് നടക്കണ നോക്കിയാ ഇവിടെ ആൾക്കാർ വരുന്നതൊക്കെയാണ് പോണേ. അപ്പോൾ ഊരൊക്കെ തെണ്ടിക്കാണ്ട് ലാസ്റ്റ് പനിക്കണെത്തിട്ടോ നല്ല ചോറും കക്കരിക്കും മുട്ടക്കറി ഉണ്ടാക്കിന്. അപ്പോൾ അത് കഴിച്ചാൽ കടന്നു തുടങ്ങാം, രാവിലെ കാണാം. ബൈ ബൈ.